സാറ് പറഞ്ഞ പോലെ നമ്പറാണ് ശരിക്കും വിവാഹം. നമ്പർ ഏറ്റവും നമ്പറാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന്റെ വിവാഹം എത്ര വയസ്സിലായിരുന്നു? ഞാനൊക്കെ നേരത്തെ കഴിച്ചു. ഞാനൊരു 27 വയസ്സൊക്കെ കല്യാണം കഴിച്ചു. അതെ, ആ ഒരു കാലഘട്ടം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വരുന്ന കാലഘട്ടമാണ് പ്രശ്നം. ഇപ്പൊ വരുന്ന കാലഘട്ടത്തിൽ അതൊരു വിഷയമുണ്ട്. അപ്പം ഈ 30 എത്രയായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നതായിട്ട്? ഉണ്ട്. എനിക്ക് എന്നോടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ എപ്പോ കഴിച്ചു. അപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ, അതുപോലത്തെ ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അന്ന് 10-25 വർഷം മുമ്പ് ഇതൊരു വിഷയമേ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതൊരു വിഷയമായി മാറിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും എടുക്കാനൊക്കെ ഒരു പ്രേരണ ഉണ്ടായത് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ്. ശരിക്കും ഒരു മൂവി കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് ഭയങ്കര വ്യത്യാസം വരും, ചില മാറ്റങ്ങൾ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഇത് മൂവി ഇറങ്ങുമ്പോൾ തന്നെ ഷുവർ ആയിട്ടും കുറെ ആൾക്കാർ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ എന്തായാലും മൂവിയിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പം അറേഞ്ച് മാരേജിലാണ് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ലവ് മാരേജിൽ ഇങ്ങനെ വരുന്നില്ല. അപ്പം അതിന്റെ കാര്യം എന്താണ്? അതെ, ലവ് മാരേജ് എന്ന് പറയുന്ന ആളാ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു പുരുഷന് അല്ലെ ഒരു പെൺകുട്ടിയെ മനസ്സറിഞ്ഞ് അവൾ എന്താണ് അവൻ എന്താണ് അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നതും ഒരു സുപ്രഭാതത്തിൽ കണ്ട് അവളെ കല്യാണം കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ പഠിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ അമ്മാവൻ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്ന ഒരു കേസ് എന്ന നിലക്കേ നമ്മൾ അതിനെ അത് അവരോടുള്ള ബഹുമാനം, അച്ഛനോടുള്ള ബഹുമാനം അല്ലെ അമ്മാവനോടുള്ള ബഹുമാനമാണ്. ഈ പെൺകുട്ടിയെ ശരിക്കും അറിഞ്ഞുകൊണ്ട് വേണം ഒരു ലൈഫ് പാർട്ണർ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ എന്നുള്ള ആഗ്രഹിക്കാനാണ് ഞാൻ. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നതും ഒരു 1-2 ദിവസം മീറ്റിങ്ങിൽ കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കുറെ കാലം മിനിമം ഒരു 5-6-7 മാസമെങ്കിലും ഇവരുമായിട്ടൊരു ഇന്ററാക്ഷൻ, ഒരു സംവാദത്തിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു സംവിധായകൻ എന്ന നിലയിൽ സാറിന് ഈ ഒരു പടം ചിത്രീകരിച്ചെടുക്കാൻ പറ്റുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്? കാസ്റ്റിംഗ് അല്ല, ഓൾമോസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിന് പറ്റിയ ആൾക്കാരെ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ പ്രശാന്ത് മുരളിയാണ് അഭിനയിച്ചത് നായകനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് പടങ്ങൾ പുള്ളി അഭിനയിച്ചില്ല, 5-6 പടങ്ങളുടെ പുള്ളി അഭിനയിച്ചുള്ളൂ. പക്ഷെ പുള്ളിയുടെ എന്താ പറയുക ഒരു മാനറിസങ്ങൾ ഈ കഥാപാത്രം ചേരും നമുക്ക് തോന്നുകയും അതുകൊണ്ട് പുള്ളിയെ തന്നെ ഞങ്ങൾ പോയി സമീപിച്ചാണ് ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നാട്ടും പുറത്താണ് വടകര ഭാഗത്തെ പടം ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ നാട്ടിലെ ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വീട്ടിലില്ല അല്ലെങ്കിൽ അയൽവക്കത്തില്ല ഒരാളെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഓൾമോസ്റ്റ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. അതുകൊണ്ട് നമുക്ക് പറ്റിയ രീതിയിലുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തുകയും അവരെ അഭിനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഈ മൂവി വടകരയിലാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ചേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ റെസ്പോൺസ്? ഈസി ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ? തീർച്ചയായും ഈസി ആയിരുന്നു. എല്ലാവരും സഹകരിച്ചു. നാട്ടുകാരും എന്താ പറയാ ആ പ്രദേശം ഒരു കോളനി ആയിരുന്നു. ആ കോളനിയിലെ ആൾക്കാർ മുഴുവൻ നന്നായിട്ട് സഹകരിച്ചു. ഒരു വീട് പോലെ അവരിപ്പോഴും പറയും കാണുമ്പോഴൊക്കെ, അയ്യോ ഒരു മാസക്കാലം നമുക്ക് ജോലിയായിരുന്നു, എപ്പോഴും ലൈറ്റും ആളും കോളും അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവർക്കൊരു നമ്മുടെ ഇഷ്ടം തോന്നി. ഒരു സാധാരണ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഷൂട്ടിംഗ് പാർട്ടി ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും, അവിടെ കയറി അത് ചെയ്തു ഇവിടെ കയറി, അതൊന്നും ഈ പടത്തിൽ ഉണ്ടായിരുന്നില്ല. ആൾക്കാർ അത്രയും നല്ല ആൾക്കാരാണല്ലേ എന്നാണ് അതൊരു ചോദ്യമാണ്. അതെ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഓരോരുത്തർക്ക് നാട് നല്ല നാടായിരിക്കുമല്ലോ. അതെ, വിശ്വാസമല്ല. അപ്പൊ അത് എല്ലാ നാട്ടിലും നമ്മൾ എവിടെ ചെന്നാലും ആ നാടും നാട്ടുകാരും നമുക്കെന്നും പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ. നമ്മളൊരു നാടിനെ അത്രയും ഒരു കെയർ ചെയ്ത് ആൾക്കാർ അത് നമ്മളെ തിരിച്ച് അതേപോലെ നന്നായിട്ട് റെസ്പോൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. അപ്പം അതേ ഒരു സഹകരണം അവർക്ക് കിട്ടിയതുകൊണ്ടാണ് അവരങ്ങനെ നിന്നത്. അപ്പം ഈ ഒരു മൂവിയിലേക്ക് ശിവചേട്ടന്റെ അച്ഛമ്മ വന്നിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് അഭിനയിക്കുന്ന സമയത്ത് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഈ അഭിനയിക്കുന്ന? അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയല്ല, എന്റെ പ്രൊഡ്യൂസറുടെ ഷിജുവിന്റെ ചെറുക്കഥാകൃത്തുമായ ഷിജുവിന്റെ അച്ഛൻ്റെ അമ്മയാണ് അവര്. ഈ പ്രായത്തിലും ഏകദേശം 100 വയസ്സ് എടുക്കുകയാണ് അവർ. ഈ പ്രായത്തിലും വളരെ സ്ഫുടമായിട്ടും കൃത്യമായിട്ടും ഡയലോഗ് ഓർമ്മിക്കുകയും വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഞാൻ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പടത്തിലൊക്കെ ആറന്മുള പൊന്നമ്മ ചേച്ചി, കവിയൂർ പൊന്നമ്മ ചേച്ചി, KP ഇവരെ കൂടെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. പക്ഷെ അവർക്ക് പോലും ചിലപ്പോൾ ഡയലോഗ് തെറ്റാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ അമ്മച്ചി അല്ലെങ്കിൽ ഈ അമ്മൂമ്മ ഒരിക്കലും രണ്ടാമത് ഡയലോഗ് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അവരെ വളരെ വളരെ ഈസി ആയിട്ട് വളരെ കോമൺ ആയിട്ട് വൃത്തിയിൽ പറയുകയും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതിയൊരു അനുഭവമാണ്.